വെള്ളപ്പോക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഒരുപാട് സ്ത്രീകളിൽ കാണുന്നതാണ്. ഈ വെള്ളപ്പോക്ക് പോലെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത്? ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, Q&B ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. ലൂക്കോറിയ അല്ലെങ്കിൽ വെള്ളപ്പൊക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇന്ന് ഒരുപാട് പേര് പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ എന്താണ് ഈ വെള്ളപ്പൊക്ക് എന്ന് നോക്കുന്നതിന് മുൻപ് നോർമലി സ്ത്രീകളുടെ ശരീരത്തിൽ യോനി ഭാഗത്ത് ഒരു വൈറ്റ് ഡിസ്ചാർജ് കാണാറുണ്ട്. അത് ആ ഒരു ഏരിയയിൽ ഉണ്ടാവുന്ന ആ ഒരു ഏരിയയിൽ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു യോനി ഭാഗത്തിനകത്ത് pH മെയിൻറ്റെയിൻ ചെയ്യാനും അവിടെ ഒരു മോയ്സ്ചർ ഇഫക്റ്റ് കൊടുക്കാനും വേണ്ടിയിട്ടുണ്ടാവുന്ന നോർമൽ ഡിസ്ചാർജാണ്. ഇത് എല്ലാവർക്കും ഒരു പ്രായം കഴിഞ്ഞ് ഒരു പീരീഡ്സിനോടനുബന്ധിച്ച് ആ ഒരു ഏജ് തൊട്ട് നമുക്ക് സ്ഥിരമായി കാണുന്ന ഒരു ഡിസ്ചാർജാണ്. നോർമലി ഈ ഒരു ഡിസ്ചാർജ് പീരീഡ്സിന് തൊട്ട് മുൻപ് അല്ലെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കുന്ന ടൈമിൽ, പ്രഗ്നൻസി ടൈമിലൊക്കെ ഹോർമോൺ ബാലൻസിൻ്റെ ഒരു ഭാഗമായിട്ട് നോർമലി എല്ലാവരിലും കാണുന്നതാണ്. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു ഡിസ്ചാർജ് നമുക്ക് പ്രശ്നക്കാരനാവുന്നത്, അല്ലെ എപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഡിസ്ചാർജിൽ എന്തെങ്കിലും ചേഞ്ചസ് കാണിക്കുമ്പോൾ എപ്പോഴാണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡിസ്ചാർജ് അതൊരു തൈര് പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയിലോട്ട് പോകുന്നുണ്ട്, ഒപ്പം വൈറ്റ് നിറമാണെങ്കിൽ കൂടി ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡിസ്ചാർജിന് ഒരു ഗ്രീൻ കളർ ഉണ്ട്, ഇനി അതോടൊപ്പം തന്നെ ഒരു ദുർഗന്ധം കൂടി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബാക്ടീരിയൽ അല്ലെങ്കിൽ ട്രൈക്കോമോണാസ് ഇൻഫെക്ഷൻ ആയിരിക്കും. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഉണ്ടായ ഡിസ്ചാർജിൽ ഒരു പിങ്കിഷ് സ്പോട്ടിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ബ്ലഡ് സ്പോട്ട് പോലെ കാണുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഓവുലേഷൻ നടക്കുന്ന ടൈമിൽ കാണുന്ന ഒരു നോർമൽ ഡിസ്ചാർജ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആയി കൺസീവ് ആയ സമയത്ത് നമ്മൾ ആ ഒരു കുഞ്ഞ് അവിടെ പോയി ഇംപ്ലാന്റ് ചെയ്യുന്ന യൂട്രസ് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് കാണിക്കുന്ന ഒരു ബ്ലീഡിംഗ് ആവാം. നാലാമതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡിസ്ചാർജ് ഒരു ബ്രൗൺ കളറിലാണെങ്കിൽ അതിനർത്ഥം അവിടെ ഒരു പഴകിയ രക്തമാണ് പ്രസന്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അവിടെ ഒരു ബ്രൗൺ ഡിസ്ചാർജ് വന്നത്. അഞ്ചാമതായിട്ട് ഒരു ഫ്രഷ് ബ്ലഡിൻ്റെ ബ്ലീഡിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കൺസീവ് ആയിട്ട് അത് ചിലപ്പോൾ ഒരു ത്രട്ടൻഡ് അബോർഷനോ അല്ലെങ്കിൽ മിസ്കാരേജ് ഒക്കെ ആകുന്നതിൻ്റെ കാരണങ്ങൾ കൊണ്ട് വന്ന ബ്ലീഡിംഗ് ആവാം. അപ്പോൾ ഈ 5 പ്രസൻറ്റേഷനിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നിങ്ങളിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഉടനെ ഒരു ഡോക്ടറെ തന്നെ കാണിക്കണം. എപ്പോഴും നമുക്കിത് പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ ഡോക്ടർക്ക് ഷെയർ ചെയ്യാനോ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇത് പുറത്ത് പറയാതെ കൊണ്ട് നടക്കും. ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഈ ഒരു ഡിസ്ചാർജ് അവിടെ നിന്ന് അല്ലെങ്കിൽ അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇത് മുകളിലേക്ക് അസെൻഡ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പം വജൈനയിൽ നിന്ന് അത് സർവിക്സിൽ എത്തുന്നു, സർവിക്സിൽ നിന്ന് യൂട്രസിലോട്ട് പോകുന്നു, യൂട്രസിൻ്റെ 2 സൈഡിലുള്ള ഫലോപ്പിയൻ ട്യൂബിൽ അത് പിന്നീട് ഓവറിയിലോട്ടും എത്തുന്നു. അപ്പം ഇങ്ങനെ അസെൻഡ് ചെയ്ത് പോകുന്ന ഒരു ഇൻഫെക്ഷൻ ആ ഒരു പെൽവിക് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ മൊത്തത്തിൽ ബാധിക്കുകയും അവിടെ ഒരു പെൽവിക് ഇൻഫ്ലമേറ്ററി ഇൻഫെക്ഷനായിട്ട് മാറുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് ചികിത്സിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ തിരിച്ച് നോർമലാക്കി കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്, നമ്മുടെ ഫെർട്ടിലിറ്റീനെ വരെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം അതിനു മുൻപ് തന്നെ നമ്മളിത് ചികിത്സിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ കാണിക്കുന്നത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ശുചിത്വ കുറവ് കൊണ്ടും ശുചിത്വ കൂടുതൽ കൊണ്ടും ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാം. ശുചിത്വ കുറവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പെൺകുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ പീരീഡ്സിൻ്റെ ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം പാഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നേരത്തേക്ക് ഒരേ പാഡ് തന്നെ യൂസ് ചെയ്യുന്ന ടൈമിലൊക്കെ അതിൽ കളക്ട് ചെയ്തിരിക്കുന്ന ബ്ലഡിൽ നിന്ന് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ 4 to 6 hours മാറ്റാൻ വേണ്ടി നോക്കണം. ഇനി ഇപ്പം ശുചിത്വ കൂടുതൽ എന്ന് പറയുമ്പോൾ എങ്ങനെ അസുഖം ഉണ്ടാവുക നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എപ്പോഴും അവർ ഒരു വജീനൽ ഏരിയയിൽ കൂടുതലായിട്ടും കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വജീനൽ വാഷ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു അമിത വൃത്തി കൊണ്ടും അവർക്ക് അവിടെ ഗുണകരമായിട്ടുള്ള ഒരുപാട് ബാക്ടീരിയ ഉണ്ട്, ആ ബാക്ടീരിയകൾ നശിക്കുകയും അപ്പോൾ ഗുണകരമായ ബാക്ടീരിയകൾ നശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൈക്രോ ഓർഗാനിസം, അതായത് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഓർഗാനിസം നമ്മുടെ ശരീരത്തിൽ ചെന്ന് വരും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ ശുചിത്വം കൂടിയാലും ശുചിത്വം കുറഞ്ഞാലും നമുക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതാണ് ഒരു കാര്യം. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ചില മെഡിസിൻസ് ഒക്കെ ഇപ്പോൾ സ്റ്റിറോയിഡ്സ്, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഗുണകരമായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ ആ ഒരു വജൈനൽ ഏരിയയിൽ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ അതിനെ കൂടി നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് വരികയും അങ്ങനെയും ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. മൂന്നാമതായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും മെൻ്റൽ സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ മെൻ്റലി നമ്മൾ വീക്ക് ആകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ രോഗാണുക്കൾക്ക് വന്ന് കയറാൻ പറ്റും. ആ ഒരു ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ വരാം. നാലാമതായിട്ട് നോക്കുകയാണെങ്കിൽ ക്യാൻസർ, അനീമിയ അല്ലെങ്കിൽ വിളർച്ച പോലെയുള്ള പ്രശ്നമുള്ളവർ, അതായത് രക്തക്കുറവ് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഇത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ആ ഒരു ഏരിയയിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പൊതുവെ അവർക്ക് ആ യോനി ഏരിയ കുറച്ച് ഡ്രൈനെസ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് മൂലം അവരെപ്പോഴും അവിടെ ഇറിറ്റേഷൻസ് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒന്നാമത് പ്രമേഹ രോഗികളാകുന്ന സമയത്ത് അവിടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു മൈക്രോ ഓർഗാനിസം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫീഡ് ചെയ്യാൻ ഇഷ്ടംപോലെ ഗ്ലൂക്കോസ് അവർക്ക് കിട്ടും. അതിൻ്റെ ഭാഗമായിട്ട് ഈ മൈക്രോ ഓർഗാനിസത്തിനെ
കംപ്ലീറ്റ് ആയിട്ട് പുറം തള്ളാൻ ശരീരത്തിന് പറ്റിയെന്ന് വരില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഈസി ആയിട്ട് നമുക്ക് ലൂക്കോറിയ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് വഴി, അതായത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സോ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ ലൂക്കോറിയ പോലെയുള്ള കംപ്ലയിൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന കാരണങ്ങളൊക്കെ നമ്മൾ ഒരു പരിധി വരെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിലോട്ട് പോകും. അപ്പോൾ വെള്ളപ്പോക്ക് പോലെയുള്ളൊരു കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മളാണെങ്കിൽ വേറൊരാളോട് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോട് ഷെയർ ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരുന്നു മാക്സിമം നമ്മൾ തന്നെ അത് കൺട്രോൾ ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിന് മുൻപ് ഏറ്റവും ആദ്യം തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക. ഈ കംപ്ലയിൻസിന് വേണ്ടി ഡോക്ടർ വിത്ത് മെഡിസിൻസ് നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് അത് മാനേജബിൾ ആയിരിക്കും. നമ്മളത് വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇൻഫെക്ഷൻസ് അസെൻഡ് ചെയ്ത് ബാക്കിയുള്ള റിപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കൂടി ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിൽ ഏതൊരു രോഗാണുക്കളും കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ പുറന്തള്ളാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്ക് അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക. നമ്മൾ പനി വരുന്ന സമയത്താണെങ്കിൽ കൂടി ഒരു പേഷ്യൻറ്റിനോട് നമ്മൾ അഡ്വൈസ് തരാം, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. എന്നിട്ട് മൈക്രോ ഓർഗാനിസം ഒക്കെ ഒരു പരിധി വരെ നല്ല രീതിയിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പുറന്തള്ളും. അതേ ഒരു ടെക്നിക്ക് നമുക്ക് ഇവിടെയും ഫോളോ ചെയ്യാം. ഇൻഫെക്ഷൻ എന്ത് നമ്മുടെ ശരീരത്തിൽ വന്നാലും അത് പുറത്തേക്ക് പുറന്തള്ളാൻ വേണ്ടി നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. നിങ്ങളുടെ ശരീരഭാരം നോക്കിയിട്ട് വെള്ളം കുടിക്കേണ്ടതാണ്. ശരീരഭാരത്തിന് അപ്പോൾ 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന കണക്കെ നിങ്ങൾ വെള്ളം കുടിക്കുക. ഇനി നിങ്ങൾ അധികമായിട്ട് വെയിലത്തിരുന്ന് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒരുപാട് നേരം പുറത്തൊക്കെ നടന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിനും കൂടി ചേർത്ത് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡി എപ്പോഴും കൂളാക്കി നിർത്താൻ വേണ്ടി എപ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ ക്യാരി ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കും. അതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ശുചിത്വം പാലിക്കുക എന്നുള്ളത്. ഇപ്പം അടിവസ്ത്രങ്ങളായിക്കോട്ടെ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അതൊരു പരിധി വരെ നമുക്ക് ഇൻഫെക്ഷൻസ് തടയാനും സഹായിക്കുന്നുണ്ട്. അപ്പം അതാണ് രണ്ടാമതായിട്ട് പാലിക്കേണ്ടത്. മൂന്നാമതായിട്ട് അമിതമായിട്ടുള്ള കെമിക്കൽസിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഇപ്പോൾ വജൈനൽ വാഷ് പോലെയുള്ള എക്സ്റ്റേണൽ ലോഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ കൊണ്ട് തന്നെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഇൻഫെക്ഷൻസ് തടയാൻ പറ്റും. നാലാമതായിട്ട് പ്രമേഹം അല്ലെങ്കിൽ രക്തക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു പരിധി വരെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കംപ്ലയിൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റും. ഇപ്പോൾ പ്രമേഹമുള്ള രോഗികളാണെങ്കിൽ കറക്റ്റായിട്ട് അതിന് മെഡിസിൻസ് കഴിക്കുക, അതിന് വേണ്ടി ഭക്ഷണം നിയന്ത്രിക്കുക, കൃത്യമായ വ്യായാമത്തിന് പോവുക. അപ്പോൾ നമുക്കൊരു പരിധിവരെ പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ പറ്റും. ഇനി രക്തക്കുറവ് പോലെയുള്ള പ്രശ്നമാണെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കുക. മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യമുള്ളവരാണെങ്കിൽ കറക്റ്റായിട്ട് മെഡിസിൻസ് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതിനായിട്ട് ഫ്രൂട്ട്സിൻ്റെ അത് നിങ്ങൾക്ക് ഈന്തപ്പഴം, മാതളമൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ധാന്യങ്ങളുടെ കേസിൽ റാഗി ഇൻക്ലൂഡ് ചെയ്യാം, എള്ള് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ പപ്പായ, ക്യാരറ്റ് പോലെയുള്ള ഫ്രൂട്ട്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതും ഇലക്കറികൾ ധാരാളമായി കഴിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് അയൺ റിച്ച് ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കിട്ടും. ഒരു ദിവസം ഒരു നെല്ലിക്ക കഴിക്കുന്നത് പോലും നിങ്ങൾക്ക് അയൺ സപ്ലൈ ചെയ്യും. അതുവഴി നമുക്ക് അനീമിയ ഓവർകം ചെയ്യാം. അതുവഴി നമുക്ക് ലൂക്കോറിയ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. ഇനി സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെയാണ്, ഉറക്കക്കുറവൊക്കെ നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസിന് കാരണം. അതുകൊണ്ട് മാക്സിമം സ്ട്രെസ്സും ടെൻഷനും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു യോഗ, മെഡിറ്റേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുക. ഇനി അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ രാവിലെ എണീറ്റൊന്ന് നടക്കാൻ പോവുക. വൈകുന്നേരം ഒരു നടക്കാനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉറക്കം കിട്ടും. ഉറക്കം കറക്റ്റ് ആണെങ്കിൽ സ്ട്രെസ് ഒരു പരിധി വരെ കുറയ്ക്കാനും അതുവഴി നമുക്ക് കുറച്ചുകൂടി ആരോഗ്യം നിലനിർത്താനും സഹായിക്കും. ഇനി കറക്റ്റായിട്ട് നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ എന്ത് തരത്തിലുള്ള ഇൻഫെക്ഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞ് കറക്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് തടയാനും പറ്റും. ഇനി നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ തടയാം. ഇപ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ വൈറ്റമിൻ സി ആണ് നല്ല രീതിയിൽ കഴിക്കേണ്ടത്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് പുളിയുള്ള ഫ്രൂട്ട്സിൽ ഓറഞ്ച്, മുസമ്പി, നാരങ്ങ, അതുപോലെ തന്നെ നെല്ലിക്കയിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. പേരക്കയിലൊക്കെ കുറഞ്ഞ അളവിലുള്ള വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ ദിവസവും ഒരു ഫ്രൂട്ട് എന്ന രീതിയിൽ കഴിക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി കൂടും. വൈറ്റമിൻ സി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും. നമുക്ക് പറയുന്ന രീതിയിൽ ഒരു പരിധി വരെ രോഗങ്ങളെ തടയാനും പറ്റും. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഗുണകരമായ ബാക്ടീരിയകളുടെ വളർച്ചയുണ്ടെങ്കിലും ഒരു പരിധിവരെ നമുക്ക് വെള്ളപ്പൊക്ക് തടയാൻ പറ്റും. ഗുണകരമായ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ പ്രോബയോട്ടിക്സ് ആണ്. അപ്പോൾ പ്രോബയോട്ടിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗട്ട് മൈക്രോബിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നാരടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അതോടൊപ്പം തന്നെ അതൊരു പ്രീബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി പ്രോബയോട്ടിക് ആയിട്ട് നമുക്ക് തൈര്, പുളിയില്ലാത്ത തൈര് ഉച്ചയ്ക്ക് ഒരു നേരം 2 ടേബിൾ സ്പൂണെങ്കിലും നിങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന അച്ചാറുകൾ, ഇഡ്ഡലി, ദോശ പോലെയുള്ള പുളിപ്പിച്ചിട്ടുള്ള മാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒരു പ്രോബയോട്ടിക് ആണ്. അപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാം. ഗട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ യോനി ഭാഗത്തുണ്ടാകുന്ന ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയയുടെ വളർച്ച ഇമ്പ്രൂവ് ചെയ്യാനും അതുവഴി മറ്റ് മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിൽ കയറുന്നത് തടയാനും പറ്റും. അപ്പോൾ ഈ ഇത്രയും ടെക്നിക്സ് അല്ലെങ്കിൽ ഇത്രയും ഹോം റെമഡീസിലൂടെ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാം. പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിക്കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കുക. കൃത്യമായ രോഗനിർണയം അതുപോലെ കൃത്യമായ ഒരു ചികിത്സയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.